Hi all, welcome back to the second class based on the civics chapter Federalism. നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തത് ഫെഡറലിസത്തിൻ്റെ ഡെഫിനിഷൻ, ഫീച്ചേഴ്സ് ഓഫ് ഫെഡറലിസം, അതുപോലെ ടൈപ്സ് ഓഫ് ഫെഡറേഷൻ. ഇതായിരുന്നു കഴിഞ്ഞ ക്ലാസ് നമ്മുടെ മെയിൻ പോയിന്റ്സ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഹൗ ഫെഡറലിസം ഈസ് പ്രാക്ടീസ്ഡ് ഇൻ ഇന്ത്യ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു 5 മാർക്ക് ടോപ്പിക്കാണ്. എങ്ങനെയാണ് ഇന്ത്യയിൽ ഫെഡറലിസം പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഫെഡറലിസത്തിൻ്റെ പല പോയിന്റ്സും ഇന്ത്യയുമായിട്ട് മാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇന്ത്യ ഈസ് എ ഫെഡറേഷൻ ഓർ ഇന്ത്യ ഈസ് എ ഫെഡറൽ നേഷൻ. അപ്പോൾ നമ്മൾ ഇനി അറിയേണ്ടത് എങ്ങനെയാണ് ഈ ഫെഡറലിസം ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഫെഡറലിസം പ്രാക്ടീസ് ചെയ്യുന്നത് 3 മെത്തേഡിലൂടെയാണ്. നോക്കാൻ ഓരോന്നായിട്ട്. ഫസ്റ്റ് വൺ ഈസ് ലിസ്റ്റ് സിസ്റ്റം. ലിസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ആസ് യു നോ ഇന്ത്യ ആവ് 3 ലിസ്റ്റ് ചെയ്യുക. ഈ ഓരോ ലിസ്റ്റിലും കുറച്ച് സബ്ജക്ട്സ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ആർക്കാണ് ആരാണ് ആ സബ്ജക്റ്റിലെ അതോറിറ്റി അതുകൂടെ അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. നോക്കാം. ഫസ്റ്റ് വൺ ഈസ് യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ഓൺലി സെൻട്രൽ ഗവൺമെൻറ് ക്യാൻ ഫ്രെയിം ലോസ് ഓൺ ദി സബ്ജക്റ്റ്. കുറച്ച് സബ്ജക്റ്റ് നിങ്ങൾ കഴിഞ്ഞിട്ട് പഠിക്കും. ഈ സബ്ജക്റ്റിലൊക്കെ സെൻട്രൽ ഗവൺമെൻറ് മാത്രമേ ഉള്ളൂ അവിടെ ലോ മേക്കിംഗ് പവർ വരുന്നത്. ഓൺലി സോ യൂണിയൻ ലിസ്റ്റ് ഈസ് ദ ലിസ്റ്റ് വെർ ഓൺലി സെൻട്രൽ ഗവൺമെൻറ് ക്യാൻ മേക്ക് ലോസ് ഓർ ഫ്രെയിം ലോസ്. അതാണ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേര് യൂണിയൻ ലിസ്റ്റ് എന്നായിരിക്കും. സെൻട്രൽ ഗവൺമെൻറ് മറ്റു പേരാണല്ലോ യൂണിയൻ ഗവൺമെൻറ് എന്നുള്ളത്. സോ ഓൺലി യൂണിയൻ ഗവൺമെൻറ് ക്യാൻ ഫ്രെയിം ലോസ് ഓൺ ദി സബ്ജക്റ്റ്. നമുക്ക് നോക്കാം ഏതെല്ലാമാണ് ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന്. ഫസ്റ്റ് വൺ ഡിഫൻസ്. നമുക്കറിയാം എല്ലാ കൺട്രിയുടെയും മെയിൻ ആയിട്ടുള്ളൊരു മാറ്ററാണ് ഡിഫൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിയൻ ഗവൺമെൻറ് മാത്രമേ ഉള്ളൂ അതിൽ ലോ മേക്കിംഗ് പവർ ഉള്ളത്. അതുപോലെ കറൻസി, സെക്കൻഡ് എക്സാമ്പിൾ കറൻസി. ദെൻ ഫോറിൻ അഫയേഴ്സ്, മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻസ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്. ഇതൊക്കെയാണ് മെയിനായിട്ട് യൂണിയൻ ലിസ്റ്റ് വരുന്ന സബ്ജക്റ്റ്. സോ ഓൺലി ഡെഫിനിഷൻ ഈസ് ഓൺലി യൂണിയൻ ഗവൺമെൻറ് ക്യാൻ മേക്ക് ലോസ് ഓൺ ദീസ് സബ്ജക്റ്റ്. അതാണ് യൂണിയൻ ലിസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഓൺലി യൂണിയൻ ഗവൺമെൻറ് ക്യാൻ മേക്ക് ലോസ്. സെക്കൻഡ് വൺ സ്റ്റേറ്റ് ലിസ്റ്റ്. നമുക്ക് ഇതുപോലെ തന്നെ പറയാൻ പറ്റും. ഹിയർ ഓൺലി സ്റ്റേറ്റ് ഗവൺമെൻറ് ക്യാൻ ഫ്രെയിം ലോസ്. ഓൺലി സ്റ്റേറ്റ് ഗവൺമെൻറ് ക്യാൻ ഫ്രെയിം ലോസ് ഓൺ ദി സബ്ജക്റ്റ്. അതാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. ഇതിൽ വരുന്ന എക്സാമ്പിൾസ് അല്ലെങ്കിൽ സബ്ജക്റ്റ് പോലീസ്, ട്രേഡ്, കൊമേഴ്സ്, അഗ്രികൾച്ചർ, ഇറിഗേഷൻ എക്സെട്ര. ഈ 5 പഠിച്ചാൽ മതിയാവും. പോലീസ്, ട്രേഡ്, കൊമേഴ്സ്, അഗ്രികൾച്ചർ ആൻഡ് ഇറിഗേഷൻ. ഇത്രയാണ് സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്ന ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ്. സോ സ്റ്റേറ്റ് ലിസ്റ്റ് മീൻസ് ഓൺലി സ്റ്റേറ്റ് ഗവൺമെൻറ് ക്യാൻ ഫ്രെയിം ലോസ് ഓൺ ദി സബ്ജക്റ്റ്. ഇനി മൂന്നാമത്തെ ലിസ്റ്റാണ് കൺകറൻറ്റ് ലിസ്റ്റ്. കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നത് ഇത് മറ്റ് 2 ലിസ്റ്റിലെ പോലെയല്ല, കുറച്ചൊരു സ്പെഷ്യൽ ലിസ്റ്റാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് സബ്ജക്ട്സ് ഓഫ് കോമൺ ഇൻട്രസ്റ്റ് ടു ബോത്ത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഈ സബ്ജക്റ്റിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതുപോലെ യൂണിയൻ ഗവൺമെൻറ്റും ഒരുപോലെ അതോറിറ്റി ഉള്ള ലിസ്റ്റാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് സബ്ജക്ട്സ് ഓഫ് കോമൺ ഇൻട്രസ്റ്റ് ടു ബോത്ത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇനി അതിൽ വരുന്ന എക്സാമ്പിൾസാണ് ഫോറസ്റ്റ്, എഡ്യൂക്കേഷൻ, മാരേജ്, അഡോപ്ഷൻ ആൻഡ് സക്സഷൻ, ട്രേഡ് യൂണിയൻ. അപ്പോൾ ഇത്തരം ഈ സബ്ജക്റ്റിലൊക്കെ യൂണിയൻ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഈക്വൽ റോളാണ് വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ് സബ്ജക്ട്സ് ഓഫ് കോമൺ ഇൻട്രസ്റ്റ് ടു ബോത്ത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. സോ ഈ 3 സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്. ഈ 3 സോ ഈ 3 ലിസ്റ്റാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. പക്ഷേ ഇത് കൂടാതെ മറ്റൊരു കാറ്റഗറി ഇവിടെ വരുന്നുണ്ട്. കാരണം വാട്ട് അബൌട്ട് ദി സബ്ജക്ട് ദാറ്റ് ഡു നോട്ട് ഫാൾ ഇൻ എനി ഓഫ് ദീസ് 3 ലിസ്റ്റ്. നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്ന സമയത്ത് അവിടെ ICT സെക്ടർ ഒന്നും അത്ര ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇപ്പം നമുക്ക് ഒരുപാട് സൈബറിലും അതുപോലെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ റിലേറ്റഡ് മാറ്റേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതൊന്നും അതിലെവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഇതൊക്കെ വരുന്നത് മറ്റൊരു കാറ്റഗറിയിലാണ്. അതറിയപ്പെടുന്ന പേരാണ് റെസിജ്വറി സബ്ജക്റ്റ്. ഈ 3 ലിസ്റ്റിലും വരാത്ത സബ്ജക്റ്റ് അറിയപ്പെടുന്ന പേരാണ് റെസിജ്വറി സബ്ജക്റ്റ്. സോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇവിടെ. ഹു വിൽ ബി ദ അതോറിറ്റി ഓൺ റെസിജ്വറി സബ്ജക്റ്റ്. അതിൻ്റെ ആൻസറാണ് യൂണിയൻ ഗവൺമെൻറ്. ഓൺലി യൂണിയൻ ഗവൺമെൻറ് ക്യാൻ ഫ്രെയിം ലോസ് ഓൺ റെസിജ്വറി സബ്ജക്റ്റ്. ഓർക്ക് ഈ 3 ഇമ്പോർട്ടൻറ്റ് ലിസ്റ്റായിട്ട് വരുന്നത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്. സോ ജസ്റ്റ് റിമെമ്പർ വൺ മോർ കാറ്റഗറി ഈസ് ദ ഇറ്റ്സ് നോൺ ആസ് റെസിജ്വറി സബ്ജക്റ്റ്. അപ്പോൾ ഇതാണ് ഇന്ത്യയിലെ ഫെഡറലിസം പ്രാക്ടീസ് ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡ്, ലിസ്റ്റ് സിസ്റ്റം. ഇനി നമുക്ക് നോക്കാം സെക്കൻഡ് മെത്തേഡ് ടു പ്രാക്ടീസ് ഫെഡറലിസം ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് നോൺ ആസ് ലാംഗ്വേജ് പോളിസി. ഇത് പറയുന്ന സമയത്ത്
നിങ്ങൾ ഓർക്കേണ്ട ഒരു പോയിൻ്റാണ്, നമ്മുടെ പവർ ഷെയർ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ശ്രീലങ്കയുടെയും ബെൽജിയത്തിൻ്റെയും മാറ്റർ. അവിടെ നമ്മൾ കണ്ടു ശ്രീലങ്ക ഒരു ആക്ട് പാസ്സാക്കിയും അത് പ്രകാരം ദേ ഡിക്ലെയർഡ് സിംഹള ആസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ശ്രീലങ്ക. ബട്ട് ഇന്ത്യ ചെയ്ത അതുപോലെയല്ല. അവർ പോളിസി സംതിങ് ഡിഫറെൻറ്റ് ഫ്രം ദ പോളിസി ഓഫ് ശ്രീലങ്ക. സി ദ ഫസ്റ്റ് പോയിന്റ്, our constitution did not give the status of national language to any one language. ശ്രീലങ്കയെ പോലെ അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളിലെയും പോലെ നമ്മൾ നാഷണൽ ലാംഗ്വേജ് എന്ന സ്റ്റാറ്റസ് ഒരു ലാംഗ്വേജിനും കൊടുത്തിട്ടില്ല. ഇതിപ്പോഴൊരു ഡിബേറ്റിംഗ് ടോപ്പിക്കാണ്. ബട്ട് ആസ് യു നോ, ഹിന്ദി ഈസ് അവർ ഒഫീഷ്യൽ ലാംഗ്വേജ്. ഓർക്കണം, ഹിന്ദി ഈസ് നോട്ട് അവർ നാഷണൽ ലാംഗ്വേജ്, ബട്ട് ഇറ്റ് ഈസ് ഓൺലി ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ. ഇനി എന്തുകൊണ്ടാണ് വൈ ഹിന്ദി ഈസ് ഡിക്ലെയർഡ് ആസ് ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ? അത് നമ്മൾ അറിയേണ്ടത്, ഹിന്ദിയെ കൂടാതെ ഇൻക്ലൂഡിങ് ഹിന്ദി വി ഹാവ് 22 ഷെഡ്യൂൾഡ് ലാംഗ്വേജസ് ഇൻ ഇന്ത്യ. ഈ ടേം ഇമ്പോർട്ടൻ്റ് ആണ്. ഷെഡ്യൂൾഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണലി റെക്കഗ്നൈസ് ആയിട്ടുള്ള 22 ലാംഗ്വേജസ് ഇന്ത്യയിലുണ്ട്. അതാണ് ഷെഡ്യൂൾഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിനൊരു ടേബിൾ ഞാൻ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇന്ത്യയിലുള്ള ഷെഡ്യൂൾഡ് ലാംഗ്വേജസ്. ഇതൊന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആസാമീസ് വരുന്നുണ്ട്, ബംഗാളി, ബോഡോ, ഡോഗ്രി, ഗുജറാത്തി, ഹിന്ദി, അതുപോലെ കന്നഡ, കാശ്മീരി, കൊങ്കണി, മൈഥിലി ലാംഗ്വേജ്, മലയാളം, മണിപ്പൂരി, മറാത്തി, നേപ്പാളി, ഒറിയ, അതുപോലെ ഒരുപാട് 22 വരുന്നുണ്ട്. പഞ്ചാബി, സാൻസ്ക്രിറ്റ്, സാന്താളി, സിന്ധി, തമിഴ്, തെലുങ്കു, ഉറുദു. ഇതിൽ നമുക്കറിയാം സാൻസ്ക്രിറ്റിന് അവിടെ എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നെഗ്ലിജിബിളാണ്. കുറച്ച് ആൾക്കാർ മാത്രമേ സാൻസ്ക്രിറ്റ് ഇന്ത്യയിൽ സ്പീക്ക് ചെയ്യുന്നു. അതുകൊണ്ട് അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, നെഗ്ലിജിബിൾ ആയിട്ട് വരുന്നുള്ളതിൽ. ഇത് നമ്മൾ ഹിന്ദി നോക്കാം. ഇതിൽ ഹിന്ദി എടുക്കാമെന്ന് കാണാൻ പറ്റും. ഹിന്ദിയുടെ പേഴ്സൻറ്റേജാണ് ഇതിലേറ്റവും കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഹിന്ദിയെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇവിടെ കാണാൻ പറ്റും ഹിന്ദിയുടെ പേഴ്സൻറ്റേജ് 41.03% ആണ്. സോ ദാറ്റ് ഇസ് വൈ ഹിന്ദി ഈസ് ഡിക്ലെയർഡ് ആസ് ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഓർക്കണം, സ്റ്റിൽ ഹിന്ദി ഈസ് നോട്ട് അവർ നാഷണൽ ലാംഗ്വേജ്. ഇന്ത്യക്ക് നാഷണൽ ലാംഗ്വേജ് ഇല്ല, മറിച്ച് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണുള്ളത്. അത് കാരണം ഹിന്ദിയുടെ പേഴ്സൻറ്റേജ് 41.03 വരുന്നത് കൊണ്ടാണ് ഹിന്ദി നമ്മൾ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാഷണൽ ലാംഗ്വേജ് അല്ല എന്ന് ഓർക്കുക. സോ ഈ ലാംഗ്വേജ് പോളിസി ഇതുകൊണ്ട് കൂടി നമ്മൾ ഫെഡറലിസം ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇനി വരുന്നതാണ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ്. ടു എൻഷുർ ദാറ്റ് പീപ്പിൾ ഹൂ സ്പോക്ക് ദ സെയിം ലാംഗ്വേജ് ലീവ്ഡ് ഇൻ ദ സെയിം സ്റ്റേറ്റ്. ഇന്ത്യയിൽ നമുക്കറിയാം 1956 ശേഷം ഒരുപാട് പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് കേരള. ഇതൊക്കെ നമ്മൾ ഫോം ചെയ്തത് സെയിം ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന ആളുകൾ ഒരു സെയിം ടെറിട്ടറിയിൽ ജീവിക്കണം എന്നുള്ള ഡിമാൻഡ് വന്നുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഡിവിഷൻ നടത്തി. ഇതും ഒരു പവർ ഷെയർ അല്ലെങ്കിൽ ഫെഡറലിസത്തിൻ്റെ ഭാഗമാണ്. കാരണം നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരു പവർ ഷെയറിൻ്റെ ഒരു ആസ്പെക്റ്റ് കൂടെ വരുന്നുണ്ട്. സോ ടു എൻഷുർ ദാറ്റ് പീപ്പിൾ ഹൂ സ്പോക്ക് ദ സെയിം ലാംഗ്വേജ് ലീവ്ഡ് ഇൻ ദി സെയിം സ്റ്റേറ്റ്. അപ്പോൾ അങ്ങനെയാണ് കേരളമൊക്കെ ഫോം ചെയ്തിട്ടുള്ളത്. കേരള, അതുപോലെ ആന്ധ്രാപ്രദേശാണ് ഈ ബേസിൽ ഫോം ചെയ്ത ഫസ്റ്റ് സ്റ്റേറ്റ്. സോ ഇൻ ഇന്ത്യ മെജോറിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ആർ ഫോംഡ് ലൈക്ക് ദിസ് ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ്. ഈ പോയിന്റ് ഓർക്കണം. ഈ പോളിസി പ്രകാരമാണ് ഇന്ത്യയിലെ മെജോറിറ്റി ഓഫ് സ്റ്റേറ്റ്സും ഫോം ചെയ്തിട്ടുള്ളത്, ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ് ഓഫ് ദ പീപ്പിൾ. സെയിം ലാംഗ്വേജ് സ്പീക്കിംഗ് പീപ്പിളൊക്കെ ഒരു സെയിം ടെറിട്ടറിയിൽ ജീവിക്കണം എന്നുള്ളൊരു പോളിസി പ്രകാരമാണ് ഇന്ത്യയിലെ മെജോറിറ്റി സ്റ്റേറ്റ്സും ഫോം ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്ത്യയിലെ 3 സ്റ്റേറ്റുകൾ ഫോം ചെയ്തത് അങ്ങനെയല്ല. അതാണ് നാഗാലാൻഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്. ഇതൊഴികെ മറ്റുള്ള എല്ലാ സ്റ്റേറ്റും ഏകദേശം ആ പോളിസി വെച്ചാണ് ഫോം ചെയ്തിട്ടുള്ളത്, ബേസ്ഡ് ഓൺ ദെയർ ലാംഗ്വേജ്. എന്നാൽ 3 states such as നാഗാലാൻഡ്, ഉത്തരാഖണ്ഡ് ആൻഡ് ജാർഖണ്ഡ്, ഈ 3 സ്റ്റേറ്റും ഫോം ചെയ്തിട്ടുള്ളത് മറ്റ് 3 ഫീച്ചേഴ്സ് വെച്ചിട്ടാണ്, സച്ച് ആസ് ജിയോഗ്രഫി, കൾച്ചർ ആൻഡ് എത്നിസിറ്റി. അവിടെ ലാംഗ്വേജ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. സോ ഇൻ ഷോർട്ട്, what we will discuss now is, in India federalism is practiced through language policy also, linguistic states also. So we discuss about first 3 methods to practice federalism in India, such as list system, linguistic states and language. ഇനി fourth and last method ആണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ. അതായത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻ കൂടെ നമ്മൾ ഫെഡറലിസം ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്.
അത് നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ട ഒരു പോയിന്റ്, when the ruling party at the state level was different from the parties that ruled at the center, tried to undermine the power of state government. അതായത് നമുക്കറിയാം ഇന്ത്യയിൽ മെയിനായിട്ട് രണ്ട് ലെവൽ ഓഫ് ഗവൺമെൻറ് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും. അപ്പോൾ ഈ ഒരു സമയത്ത് സ്റ്റേറ്റിൽ ഭരിക്കുന്ന പാർട്ടിയും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിലെ പാർട്ടിയും ഡിഫറൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ സം ടൈം ദേ മേ ട്രൈ ടു അണ്ടർമൈൻ ദ പവർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അവർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പവർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തേക്കാം. അത് ഇന്ത്യയുടെ ഒരു മെയിനായിട്ടുള്ളൊരു ചലഞ്ചാണ്, നമ്മുടെ ഡെമോക്രസി ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് ഈ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ. സെൻട്രലിലെ പാർട്ടിയും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ പാർട്ടിയും ഡിഫറൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ ആ സെൻട്രൽ ഗവൺമെൻറ് ഭരിക്കുന്ന പാർട്ടി സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ പാർട്ടിയെ അതിൻ്റെ പവർ റെഡ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്തേക്കാം. അതാണ് അണ്ടർമൈൻ ദ പവർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. But after the year 1990, some positive changes took place in India. അതാണ് കൊലീഷൻ ഗവൺമെൻറ്. ഇയർ ഓർക്കണം, 1990ക്ക് ശേഷം ഇന്ത്യയിൽ ഒരു പുതിയ സിസ്റ്റം വന്നു, അതാണ് കൊലീഷൻ ഗവൺമെൻറ്. ഇത്രയൊന്നും കേട്ട കാര്യം തന്നെ ആയിരിക്കും. കൊലീഷൻ ഗവൺമെൻറ് മീൻസ് ഹിയർ നാഷണൽ പാർട്ടീസ് എൻറ്റേഴ്സ് ആൻ അലയൻസ് വിത്ത് റീജിയണൽ പാർട്ടീസ്. നിങ്ങളിനി അടുത്തൊരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടീസ് ചാപ്റ്ററിൽ വിശദമായിട്ട് പഠിക്കും എന്താണ് നാഷണൽ പാർട്ടി അതുപോലെ എന്താണ് റീജിയണൽ പാർട്ടി എന്നുള്ളത്. അപ്പോൾ ഈ മെയിനായിട്ടുള്ള ഇന്ത്യയിലെ പാർട്ടി അറിയപ്പെടുന്ന പേരാണ് നാഷണൽ പാർട്ടി. ഡീറ്റെയിൽസ് യു വിൽ ലേൺ ഇൻ നെക്സ്റ്റ് വൺ ചാപ്റ്റർ നോൺ ആസ് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇപ്പോൾ അത്ര ഓർത്താൽ മതി, മെയിനായിട്ടുള്ള പാർട്ടികളാണ് നാഷണൽ പാർട്ടീസ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പാർട്ടികളാണ്, നാഷണൽ ലെവലിൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പാർട്ടികളാണ് റീജിയണൽ പാർട്ടീസ്. സോ ഇപ്പോൾ ഈ കൊലീഷൻ ഗവൺമെൻറ് പ്രകാരം വന്നൊരു സിസ്റ്റമാണ് ഹിയർ നാഷണൽ പാർട്ടീസ് എൻറ്റേഴ്സ് ആൻ അലയൻസ് വിത്ത് റീജിയണൽ പാർട്ടീസ്. സോ ബിഫോർ 1919 ഈ മെയിൻ പാർട്ടി അതായത് നാഷണൽ പാർട്ടീസ് റീജിയണൽ പാർട്ടീസ് അത്ര കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ആഫ്റ്റർ 1990 അവർക്ക് മനസ്സിലായി സെൻട്രൽ ഗവൺമെൻറ്റിൽ ഭരണം കിട്ടാൻ വേണ്ടി ചിലപ്പോൾ അവർക്ക് സീറ്റുകൾ തികയാത്ത അവസ്ഥ വരും. അപ്പോൾ ആ സമയത്ത് അവർക്കൊരു അലയൻസ്, ഈ റീജിയണൽ പാർട്ടീസുമായിട്ടൊരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ അലയൻസ് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ദേ ഫെൽറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദേ റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റീജിയണൽ പാർട്ടീസ് ആൾസോ. അപ്പോൾ അങ്ങനെ വന്നൊരു സിസ്റ്റമാണ് കൊലീഷൻ ഗവൺമെൻറ്. സോ ഇൻ ഷോർട്ട് ഈ കൊലീഷൻ ഗവൺമെൻറ് സിസ്റ്റം വന്നതോടുകൂടി നമ്മുടെ ടോപ്പിക് ഇതായിരുന്നു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ. സോ ഈ സിസ്റ്റം വരുന്നതിന് മുമ്പ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ അത്ര നല്ല റിലേഷൻ ആയിരുന്നില്ല. ബട്ട് ആഫ്റ്റർ ഇൻട്രൊഡക്ഷൻ ഓഫ് കൊലീഷൻ ഗവൺമെൻറ് സിസ്റ്റം അവർ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് റിലേഷൻ സ്ട്രെങ്തൻ. അപ്പോൾ ഇതുവഴിയും കൂടെ നമ്മൾ ഇന്ത്യയിൽ ഫെഡറേഷൻ അല്ലെങ്കിൽ ഫെഡറലിസം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഹൗ ഫെഡറലിസം ഈസ് പ്രാക്ടീസ് ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ലിസ്റ്റ് സിസ്റ്റം, ലാംഗ്വേജ് പോളിസി, ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ്, ആൻഡ് ജസ്റ്റ് നൗ വി ഡിസ്കസ്ഡ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.